Hello everyone, my name is Gnana Raju. I'm a certified nutritionist and fitness consultant and a wellness coach working for last 18 years. ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജ്ഞാനരാജു ആണ്. ഞാൻ ഒരു സർട്ടിഫൈഡ് ന്യൂട്രീഷനിസ്റ്റ്, വെൽനസ് ആൻഡ് ഫിറ്റ്നസ് കോച്ച് കഴിഞ്ഞ 18 വർഷമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. I would like to present you a video on healthy eating guidelines. ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ ആരോഗ്യകരമായ ഭക്ഷണ മാർഗ്ഗനിർദ്ദേശങ്ങളെ കുറിച്ച് സംസാരിക്കാൻ പോവാണ്. And before we start the video, I would like to introduce myself. I was a former district registrar under Group 1 services of Andhra Pradesh government, worked there for 10 years. Now quit my job after working there. Now into this field as a nutritionist and fitness consultant, personal wellness coach working for last 18 years. എന്നെ കുറിച്ച് പറയുവാണെങ്കിൽ ഞാൻ ഒരു ആന്ധ്ര ഗവൺമെന്റിൽ ഒരു ഡിസ്ട്രിക്ട് രജിസ്ട്രാർ ഗ്രൂപ്പ് 1 ഓഫീസറായിട്ട് 10 വർഷം ജോലി ചെയ്തു. ഞാൻ അത് രാജിവെച്ചിട്ട് ഇപ്പോൾ കഴിഞ്ഞ 18 വർഷമായി ഞാൻ ഒരു ഫിറ്റ്നസ് ന്യൂട്രീഷനിസ്റ്റും ഫിറ്റ്നസ് കൺസൾട്ടന്റ് പേഴ്സണൽ വെൽനസ് കോച്ചുമായിട്ട് ജോലി ചെയ്യുന്നു. And right eating aids actually for fast recovery. It reduces the risk of chronic conditions and reduce the risk of cancers, improves gut health, keeps teeth and bones stronger. ഇന്നത്തെ വീഡിയോയിൽ കൂടി നമ്മൾ പറയുന്നത് ശരിയായ രീതിയിൽ നമ്മൾ ആഹാരം കഴിച്ചാൽ നമുക്കുണ്ടാകുന്ന അസുഖത്തിൽ അത് നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് ആരോഗ്യം ലഭിക്കാൻ, അത് നമ്മൾ പല വിധത്തിലെ ക്യാൻസറുകൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഉണ്ടാകാതിരിക്കാനും നമ്മുടെ കുടൽ രോഗങ്ങൾ വരാതിരിക്കാനും നമ്മുടെ പല്ലിന്റെയും നമ്മുടെ എല്ലിന്റെയും ആരോഗ്യത്തിന് അത് സഹായിക്കും. മറ്റ് പല ദീർഘനാളം നിൽക്കുന്ന അസുഖങ്ങളിൽ നിന്ന് നമുക്ക് വിടുതൽ ലഭിക്കും. Dietary decisions you make now may directly influence your health much later in life, including the health of your brain. Whatever decisions you take regarding dietary, eating style, that actually affect your brain also. നമ്മൾ ഇന്ന് പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ആഹാര രീതിയെ കുറിച്ച് നമ്മൾ ഇന്ന് എന്ത് നമ്മൾ തീരുമാനിക്കുന്നോ അത് നമ്മുടെ ശരീരത്തിന്, നമ്മുടെ ആരോഗ്യത്തിന് വരുന്ന വർഷങ്ങളിൽ, വരുന്ന നാളുകളിൽ നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും. കൂടാതെ നമ്മുടെ തലച്ചോറിനെയും ബാധിക്കും എന്നാണ് പറയുന്നത്. And don't use food for your comfort. നമ്മൾ ആഹാരം നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയല്ല നമ്മൾ ആഹാരം കഴിക്കുന്നത്, നമ്മുടെ കംഫർട്ടിന് വേണ്ടിയല്ല ആഹാരം കഴിക്കുന്നത്. And learn to stop eating when you are satisfied rather than stuffed. നമ്മൾക്ക് വയറ് നിറയുമ്പോൾ നമ്മളത് തൃപ്തി വന്നു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആഹാരം കഴിക്കാൻ നിർത്തുക എന്ന് പറഞ്ഞാൽ കൂടുതൽ അതിൽ കവിഞ്ഞ് നമ്മൾ കഴിക്കാൻ പാടില്ല. So save calories and eat fruits or vegetable salads as your snack. നമ്മൾ ഇടയ്ക്ക് ഒരു സ്നാക്ക് കഴിക്കണം തീരുമാനിക്കുമ്പോൾ നമ്മൾ കൂടുതൽ പഴങ്ങൾ കഴിക്കുക, ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുക, നമ്മൾ അല്ലാത്ത വറുത്ത മറ്റ് പലഹാരങ്ങൾ, ഡെസേർട്ട് കഴിക്കാതെ ഇങ്ങനെയുള്ള നല്ല ആഹാരങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. And healthy snack ideas, there are, you can feel guilt free if you don't eat sweets, and you don't eat ice cream, you don't eat samosas and mirchi and all that, so you feel you don't feel guilt. So these are nibble guilt free and try these savory and sweet snacks: raw vegetable sticks with cottage cheese, small bag of popcorn, part of low fat natural yogurt or curd with a handful of blueberries or piece of fruit, or our protein bites. You try this kind of healthy snacks as the healthy bites in between too. നമുക്ക് ദിവസം മുഴുവൻ ഇരിക്കുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്ന് തോന്നും, എന്തെങ്കിലുമൊക്കെ സ്നാക്ക് കുറയ്ക്കണമെന്ന് തോന്നും. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള, നമുക്ക് കുറ്റബോധം വരാത്ത ഒരു സ്നാക്ക് കഴിക്കണം. എന്ന് പറഞ്ഞാൽ പച്ചക്കറികൾ, പഴങ്ങൾ, പ്രോട്ടീൻ ബൈറ്റുകൾ, അല്ലെങ്കിൽ നട്ട്സ്, കേർഡ് അല്ലെങ്കിൽ തൈര്, അതിനകത്ത് കുറച്ച് ഫ്രൂട്ട്സ് ഇട്ട് അങ്ങനത്തെ ആഹാരം നമ്മൾ കഴിക്കുവാണെങ്കിൽ നമുക്ക് പിന്നീട് നമുക്ക് മധുരം കഴിക്കാതെ മറ്റ് ഗിൽറ്റ്, അത് കുറ്റബോധമില്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റും. And fruits and vegetables are the best snacks. And while eating, go for consistency. Consistency is the key, meaning daily you should eat this healthy stuff. You should not go for junk food. ജങ്ക് ഫുഡ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കിട്ടുന്ന ആഹാരങ്ങൾ നമ്മൾ എപ്പോഴും കഴിക്കാതെ നമ്മൾ പഴങ്ങളും പച്ചക്കറികളും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ എന്നും ഒരു ദിവസമല്ല, പക്ഷെ എന്നും നമ്മൾ കൃത്യമായി അത് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന്, നമ്മുടെ ആരോഗ്യത്തിന് നല്ലതായിട്ട് പ്രയോഗമാകും. And keep healthy foods in your refrigerator. Then keep healthy food also on the dining table. Whatever you see, you eat it. Whatever is available, you eat it. Then only whatever is available, eat that kind of healthy food. If it is on the fridge, the unhealthy food is there, you will eat unhealthy food. But if the unhealthy food is there on the dining table, you also eat unhealthy food. So whatever is available in our surroundings that actually make you healthy or unhealthy.
നമ്മുടെ ഫ്രിഡ്ജിനകത്തും നമ്മുടെ ഡൈനിങ് ടേബിളിലും നമുക്ക് ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ വെക്കുവാൻ നമ്മൾ അത് ബോധപൂർവം നമ്മൾ തീരുമാനിക്കണം. എന്ന് വെച്ചാൽ പച്ചക്കറികൾ, പഴങ്ങൾ, അങ്ങനെയുള്ള തൈര് വർഗ്ഗങ്ങൾ, അങ്ങനെ സ്നാക്ക് അല്ലാതെ വേണം നമുക്ക് ആരോഗ്യത്തിന്, ശരീരത്തിന് നമ്മൾ എന്ത് വെക്കുന്നോ അത് നമ്മൾ എന്ത് മുമ്പിൽ കാണുന്നോ അത് തിന്നുവാൻ നമ്മൾ ശ്രമിക്കണം. And eat to 5 to 7 servings of fresh fruits and vegetables every day. So for a week, and consistently do it for a longer period. ഒരു ദിവസം 5 മുതൽ 7 വരെ 7 വരെ പഴങ്ങൾ അല്ലെ പച്ചക്കറികൾ തിന്നുവാൻ നമ്മൾ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. അങ്ങനെ ഒരാഴ്ച നമ്മൾ ആദ്യം ശ്രമിക്കുകയാണ്. പിന്നെ നമ്മൾ പിന്നീടുള്ള ആഴ്ചകളിൽ നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും. And don't be afraid of little hunger. If you are feeling hunger, that means body is working, really working. So you don't feel fearful of the hunger. Be prepared for the right kind of food to eat when you are feeling the hunger. So you'll understand when is the hunger levels, when is the timings of the hunger zone. That time keep ready healthy food so as to satisfy that hunger. So don't get afraid of the hunger. Be prepared for the hunger. നമുക്ക് ഇടയ്ക്ക് വിശക്കുമ്പോൾ നമ്മൾ അതിനെ പേടിക്കണ്ട. വിശക്കുന്നത് നല്ലതാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ശരീരം അത് നല്ലതായി ശരിയായി പ്രവർത്തിക്കുന്നു എന്ന് തന്നെ അർത്ഥം. വിശക്കുമ്പോൾ നമുക്ക് ആരോഗ്യകരമായി കഴിക്കേണ്ട ഭക്ഷണങ്ങൾ നമ്മുടെ അടുത്ത് എപ്പോഴും അത് കരുതിയിരിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് നമുക്ക് വിശക്കുമ്പോൾ മറ്റ് ആഹാരങ്ങൾ കഴിക്കുക, അതായത് ആരോഗ്യകരമായ പഴങ്ങളും പച്ചക്കറികളും വെച്ച് നട്ട്സും കഴിക്കാൻ തീരുമാനിക്കുക. And there is actually one experiment. People, they try to do, eating blindfolded. When people are blindfolded, they tend to eat actually half of the food they usually serve in the plate. Otherwise, they keep on eating faster. When you are blindfolded, they tend to taste each other. They try to smell each food. They try to feel, then is to eat, and they also is to enjoy. So that means when when you see, usually end up in eating more. When you eat, with the blindfolded, you can able to feel it, and so that you will end up eating only half of the food. That means I'm not telling you to get, close your eyes and eat it. What I'm trying to say is eat mindfully, consciously, so that you can feel, you can smell, you can feel entire aroma, you can feel that, food, what you are eating. Then you will be, by half of the food, you will actually get, full. You don't require to eat so much. ഒരു പരീക്ഷണം ചെയ്തെന്ന് വെച്ചാൽ ആഹാരം കഴിക്കുമ്പോൾ നമ്മൾ കണ്ണുകൾ മൂടിക്കെട്ടി ഇങ്ങനെ കഴിക്കുന്ന ഒരു പരീക്ഷണം ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ മുമ്പിൽ ആഹാരം ഉള്ളപ്പോൾ പ്ലേറ്റിൽ നമ്മൾ ആഹാരം കാണാതെ വേണം കണ്ണു മൂടി കഴിക്കുമ്പോൾ നമ്മൾ പെയ്യെ അത് കഴിക്കും. അതിനെ നമ്മൾ ആസ്വദിച്ച് നമ്മുടെ മനസ്സിൽ അത് ആഹാരത്തെ കുറിച്ചുള്ള ഒരു ഭാവം നമ്മുടെ ഉള്ളിൽ വന്ന് നമ്മൾ അത് പെയ്യെ കഴിക്കും. അപ്പോൾ നമ്മൾ പ്ലേറ്റിലുള്ളതിനേക്കാളും പകുതി ആഹാരമേ നമ്മൾ കഴിക്കത്തുള്ളൂ. And there are certain kinds of foods actually gives you stomach, satiety, satisfaction, but the calories are lesser. There are certain kinds of foods which have the higher calories, but the satiety is very less. You can see the same 400 calories of oil, chicken, and vegetables, but vegetables give you filling sensation, whereas oil will not give so much of filling sensation, but calories are very high in oil. നമ്മൾ ചില ആഹാരം കഴിക്കുമ്പോൾ നമ്മൾ എണ്ണ, വറുത്ത ചിക്കൻ അല്ലെങ്കിൽ 400 കാലറി ഉള്ള പച്ചക്കറികൾ കഴിക്കുകയാണെങ്കിൽ ചില ആഹാരം കഴിക്കുമ്പോൾ നമ്മുടെ വയറ് ആദ്യമേ അങ്ങ് തൃപ്തിയായി അങ്ങ് ഫുൾ ആയ പോലെ നമുക്ക് തോന്നും. പക്ഷേ അതിനകത്ത് ഒത്തിരി കാലറീസ് കാണും. ചില ചിക്കൻ കഴിക്കുമ്പോഴും സെയിം കാലറി ആയിരിക്കും, പക്ഷെ നമുക്കൊരു തൃപ്തികരമല്ല. അതേ കാലറിയിൽ നമ്മൾ പച്ചക്കറികൾ കഴിക്കുവാണെങ്കിൽ നമുക്ക് ഒരു ഫുൾനെസ്, നമ്മൾ വയറ് നിറഞ്ഞു എന്നുള്ളൊരു തൃപ്തി നമുക്കുണ്ടാവും. So eating at home versus frequent outside dining, which one do you think is healthy? Usually you should eat at the home, not dining out. If you tend to eat more outside, only you are trying to enjoy the food. It looks like enjoying, but actually they, outside food usually try to attract the clients by tasting, well. So they try to add to taste, lot of oil, lot of spices, lot of calories, lot of ghee, lot of butter and all that to make it more tastier. They also try to add some chemicals also, like MSG, monosodium glutamate, to make it feel like eating more. So that's the reason why in the house we don't make all that. We try to make healthy, whereas outside food, their focus is not making you to eat healthy. Their focus is on tasting it, so that client to eat more. So don't depend on outside food at all. Don't make it like a habit of eating outside. Make a habit of eating at home rather than outside. വീട്ടിൽ കഴിക്കുന്നതാണ് നല്ലത്. അത് നമ്മൾ പുറത്തു പോയി റെസ്റ്റോറന്റുകളിൽ കഴിക്കുന്നതാണ് ഏതാണ് ഉത്തമമായ ആഹാര രീതി. പലരും ഇപ്പോൾ വീടുകളിൽ
കുറച്ച് ആഹാരം വെച്ചിട്ട് എപ്പോഴും പുറത്ത് പോയി കഴിക്കുന്നത്. അപ്പൊ പുറത്ത് പോയി നമ്മൾ റെസ്റ്റോറന്റിൽ കഴിക്കുമ്പോൾ ആ ആഹാരത്തിൽ അവർ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് ആഹാരത്തിൽ കളറും ഉപ്പും എണ്ണയും അങ്ങനെ പല MSG, മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ്, അങ്ങനെ പല രീതിയിലെ ചേരുവകൾ ചേർത്ത്, സ്പൈസസ് കൂടുതൽ ചേർത്ത് നമ്മളെ ആകർഷിക്കാൻ വേണ്ടി അതിനകത്ത് ആരോഗ്യത്തിന് കൊള്ളാത്ത പല കാര്യങ്ങൾ ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ പുറത്ത് പോയി കഴിക്കാതെ വേണം എത്രയും കഴിയുമോ നമ്മൾ വീട്ടിൽ തന്നെ ആഹാരം ഉണ്ടാക്കി കഴിക്കുന്നതാണ് ഏറ്റവും ആരോഗ്യമായത്. And attitude of frequent get-together and restaurant dining. So when you go for get-togethers, so you can able to make foods in the home rather than getting food from outside. And secondly, don't try to go for a buffet. Actually, the more the choices, more the varieties, more the tendency to eat more. So that's the reason why don't go for buffet, and try to avoid outside food. And in case it is required, there is a separate video on this, how to enjoy restaurant dining and also how to enjoy that outside food. But it's always better to get the food, cook the food, get the food prepared in our house with our kind of quality regulated kind of food. അടുത്ത വെച്ചാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഈ പാർട്ടീസ്, നമുക്ക് പ്രോഗ്രാംസിലൊക്കെ പോകുമ്പോൾ നമ്മൾ പുറത്തു പോയി ആഹാരം കഴിക്കുന്നതിനേക്കാൾ നമ്മൾ വീടുകളിൽ ആഹാരം ഉണ്ടാക്കി കൊണ്ടുപോയി കഴിക്കുവാണെങ്കിൽ അത് ഏറ്റവും ആരോഗ്യകരമായിരിക്കും. അതേപോലെ നമ്മൾ പുറത്ത് പോയി നമ്മൾ റെസ്റ്റോറന്റിൽ കഴിക്കുമ്പോൾ നമ്മൾ ബഫേക്ക് പോകാതെ വേണം. നമ്മുടെ ബഫേ എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒത്തിരി ആഹാരമുണ്ട്. അതപ്പോൾ ഒത്തിരി ആഹാരം ഉള്ളപ്പോൾ നമ്മൾ ഒത്തിരി കഴിക്കാൻ ശ്രമിക്കും. അങ്ങനെയല്ലാതെ നമ്മൾ കുറച്ച് ആഹാരം കഴിക്കാൻ നമ്മൾ ശ്രമിക്കുന്നതാണ് നല്ലത്, നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. And try to stick on to the food timings. Don't go for irregular food timings. Some people have this tendency, like they actually don't eat in time. They say, sir, I'm very busy, I cannot able to give my time. It's not actually they are busy, their focus is on the job or the business. That means they are giving first preference to their job or business and not to their body. They think this is giving second preference. Actually, if you have this kind of attitude, you're likely to get more into hospitalization. So don't give irregular food timings. Have a discipline, food discipline, eat in time to time, and give first preference to the body and your health. Because at one point of time you may get money, you may get successful in the business or job, but you will lose the health. Once you lose the health, it will not come back. You may lose money, you can able to get it back. So similarly, a lot of people do too much fasting. Yes, fasting is required once in a while, but too much fasting also makes health go into out of gear. So that's the reason why everything there is a limit for fasting also. You cannot do fasting every day and too many hours, and naturally body is deprived of balanced nutrition. അടുത്തായിട്ട് പറയുന്നത് വെച്ചാൽ ഇറഗുലർ ഫുഡ് ടൈമിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഒരു സമയം വെച്ച് കഴിക്കാതെ വേണം. പലരും പല രീതിയിൽ പല സമയങ്ങളിൽ ആഹാരം കഴിക്കുന്നു. ഒരു കൃത്യമായ ഒരു സമയമില്ല. അവർ ജോലിയുടെ തിരക്കൂടി പലരും പറയുമോ, ഞാൻ പല ജോലിയില്ല, ഞാൻ ജോലി തിരക്കൊണ്ട് എനിക്ക് കഴിക്കാൻ സമയം കിട്ടിയില്ല. പക്ഷെ അതിന്റെ അർത്ഥം അവർ ജോലിയിൽ കൂടുതൽ ഒരു സമയം ചെലവാക്കിയിട്ട് അവർ ആരോഗ്യത്തിന് മേൽ അവർ ശ്രദ്ധ വെക്കാതിരിക്കുമ്പോൾ അവരുടെ ശരീരത്തിന് ആവശ്യമായ പോഷകം ലഭിക്കാതെ അവർ വളരെയധികം കഷ്ടപ്പെടുന്നു. തുടർന്ന് അവര് ഫാസ്റ്റിംഗിൽ പോകും. അവരുടെ ഞാൻ ഫാസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആഹാരം കുറച്ചു കഴിഞ്ഞാൽ എന്റെ ശരീരം ആരോഗ്യത്തോടെ ഇരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകും, കൂടുതൽ പണം ചെലവഴിക്കും. നമുക്ക് പണം ഉണ്ടാക്കാം, പക്ഷെ നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു ലഭിക്കാൻ വളരെ പ്രയാസകരമാണ്. And you should feed your body like a racehorse. Some people feed their racehorse very well rather than their body. If you see many horse racing people, racers, they are fat, but their horse is very powerful. They feed the horse well rather than themselves, their body. Some people feed their dogs so well that that they don't feed their own body well. So you can understand, they feed with the petrol, right kind of petrol to the car and the two-wheelers very well. They feed it very well, but they themselves they don't feed balanced diet. So unfortunately this is true. ചിലര് എന്താ ചെയ്യുന്നത്, നമ്മുടെ ശരീരത്തിന് നമ്മൾ എങ്ങനെ കഴിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓട്ടത്തിന് പോകുന്ന ഒരു കുതിര പോലെയാണ് നമ്മുടെ ശരീരത്തിന് ആഹാരം കഴിക്കുന്നത്. പറഞ്ഞാൽ ഓട്ടം പോകുന്ന കുതിരയ്ക്ക് ശരിയായ വണ്ണം ആഹാരം കൊടുത്തെങ്കിലേ അത് ഓടി അതിന്റെ ആ റേസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെയാണ് നമ്മുടെ ശരീരത്തിന് വേണ്ടതായ പോഷകവും ആഹാരം. നമ്മൾ കാറിനകത്തും ബൈക്കിനകത്തും പെട്രോൾ ഒഴിക്കുന്നത് അത് ആ ഒരു പവറിൽ അത് ഓടാൻ വേണ്ടി, എഞ്ചിൻ ഓടാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. പലരും നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പോഷകം കൊടുക്കത്തില്ല, പക്ഷെ മൃഗങ്ങൾക്കും അവരുടെ വളർത്തുന്ന പട്ടികൾക്കും കുതിരകൾക്കും ആഹാരം കൊടുക്കുന്നതാണ്. And don't be afraid to give up the good for the great. Meaning, you may be eating good, but it can be always great. So good is the enemy of the great. So you can always become great and leave about the good ones you are doing.
നമ്മൾ ചിലപ്പോൾ നല്ല ആഹാരമായിരിക്കും കഴിക്കുന്നത്, പക്ഷെ നല്ലതിനേക്കാളും ഉത്തമമായത് കഴിക്കാൻ നമുക്ക് അത് നമ്മൾ ചിലപ്പോൾ നല്ലതിനെ വിട്ടേച്ച് ഉത്തമമായി കഴിക്കേണ്ടതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രായോഗികമാക്കേണ്ടത്. And eat local seasonal fruits and eat more of plants and reduce high salt and sugar foods, and also eat moderate meat consumption, reduce food wastage. നമ്മൾ കഴിക്കേണ്ട 5 കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്ന 5 ടിപ്പ് എങ്ങനെയാണ് കഴിക്കുന്നത്. ലോക്കൽ ആൻഡ് സീസണൽ എന്ന് പറഞ്ഞാൽ എല്ലാ സീസണിലും കിട്ടുന്നതായ ഫ്രൂട്ടുകൾ, പഴങ്ങൾ, പച്ചക്കറികൾ കഴിക്കുക. കൂടുതൽ പച്ചക്കറികൾ കഴിക്കുക. ഉപ്പ്, മധുരം, പഞ്ചസാര, കൊഴുപ്പുള്ള ആഹാരങ്ങൾ കുറയ്ക്കുക. അതേപോലെ മീറ്റ്, അത് നമ്മുടെ മാംസം കഴിക്കുക. അതേപോലെ വേസ്റ്റ് ആഹാരം നമ്മൾ കൂടുതൽ നഷ്ടപ്പെടുത്താതെ, അതിനെ വേസ്റ്റ് ചെയ്യാതെ നമ്മൾ കഴിക്കാൻ കുറച്ചെടുത്ത് കഴിക്കാൻ ശ്രമിക്കണം. And this is salt method, meaning, to stop binge eating. This salt method is very good. What is this salt or halt? Actually there are tests. Actually, H means am I hungry, A means am I angry, L means am I lonely, T means am I tired. So these are the weak points, that is the time usually end up eating. If you are too much hungry, then you can able to eat. If you are not hungry, why to eat it? So just check how much is your hunger levels. 0 to 10, if you are really hungry, eat it. Sometimes you require water. Some people get confused with eating thirst with the hunger. You are maybe thirsty but not necessarily hungry. So just understand, are you hungry, or how much is the real requirement to eat food? And am I angry? During most of the time, if you are angry, you end up in eating more. So don't eat during anger times. Next, am I lonely? Some people just to time pass, they kill the time to kill the boredom, they eat it. Some people, when they are then they are tired, they eat a lot. So if you are tired, so don't eat. So just check what you require. You require to sleep rather than eating. Some people, they don't know what they are doing. So just check this halt method to stop binge eating. അടുത്തായിട്ട് നമ്മൾ പറയുന്നത് പറഞ്ഞാൽ ഹോൾട്ട് മെത്തേഡ്, ബിഞ്ച് ഈറ്റിംഗ് കുറയ്ക്കാൻ വേണ്ടി. ബിഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും അമിതമായി കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യം നിർത്താൻ വേണ്ടി ഈ ഒരു നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഹോൾട്ട് എന്ന് വെച്ചാൽ എനിക്ക് വിശപ്പ് ഉണ്ടോ, വിശപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ആഹാരം കഴിക്കാവുള്ളൂ. നമ്മൾ ചുമ്മാ എപ്പോഴും കഴിക്കുന്നില്ല. പിന്നെ പറയുന്നത് എനിക്ക് കോപമുണ്ടോ, കോപം ഉള്ളപ്പോൾ ഞാൻ ആഹാരം കഴിക്കുന്നുണ്ടോ. അതേപോലെ ഞാൻ ലോൺലി എന്ന് പറഞ്ഞാൽ തനിച്ചിരിക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ കൂടുതൽ കഴിക്കണമെന്ന് തോന്നും, അതുകൊണ്ട് ഞാൻ കൂടുതൽ കഴിച്ചുകൊണ്ടിരിക്കും. അതേപോലെ ഞാൻ ചിലപ്പം ടയർഡ് ആകുമ്പോൾ എനിക്ക് കൂടുതൽ ആഹാരം കഴിക്കണമെന്ന് തോന്നും. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ആഹാരത്തിന് മേൽ ശ്രദ്ധ വെക്കാതെ നീ അല്പം വിശ്രമിക്കുവോ, ആരോടെങ്കിലും സംസാരിക്കുവോ, അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആഹാരത്തിനോട് ഇത് വെക്കാതെ നമുക്ക് കൂടുതൽ ആഹാരം കഴിക്കാതെ നമ്മുടെ ശരീരത്തെ കാക്കുവാൻ കഴിയും. So there are two things of two kinds of days, one a cheat day and a refeed day. Some people go for a cheating day, meaning all 6 days they eat and the one day they cheat. In that one day cheating, the entire they try to get all the calories whatever you lost during the 6 days. That again useless. Whereas refeed day is something you try to balance all the food whatever you missed out during that week. So that's called refeed day. So don't go for cheat day. Cheat day is always cheating. So it looks like okay, but why to cheat? You always try to keep all the days proper, and when it is required, that cheat day also should be balanced as much you can. രണ്ട് തരത്തില് നമുക്ക് ഇവിടുത്തെ ഒരു കാര്യം പറയാൻ പോവാണ്. ഇപ്പോൾ റീഫീഡ് ഡേയും ചീറ്റ് ഡേയും. പലരും എന്താ ചെയ്യും, നമ്മൾ ആരോഗ്യകരമായ രീതി മെയിൻറ്റെയിൻ ചെയ്തിട്ട് പറയും ഇന്ന് എന്റെ ചീറ്റ് ഡേ ആണ്, അതുകൊണ്ട് ഇന്ന് എനിക്ക് എന്തും വേണമെങ്കിൽ കഴിക്കാം. അങ്ങനെ കഴിക്കുമ്പോൾ എന്തോ ചെയ്യും, നമ്മുടെ സമീകരണമായ പോഷകം നഷ്ടപ്പെട്ട ബാലൻസ് തെറ്റി നമ്മൾ കൂടുതൽ ആഹാരം കഴിക്കുകയും കൂടുതൽ കാർബോഹൈഡ്രേറ്റ്സ്, ഉപ്പ്, അങ്ങനെ പഞ്ചസാര എടുക്കുകയും ഡിസേർട്ട്സ് കഴിക്കുകയും ചെയ്യും. അത് ശരിയായതല്ല. ചീറ്റ് എന്ന് പറഞ്ഞാൽ അത് ആഹാരം നമ്മൾ ശരീരത്തെ ചീറ്റ് ചെയ്യുവാണ്. And we are what we eat. This is many people, they put on weight, belly coming out. Why belly is coming? Whatever you eat in the secret, that is shown out. That's called we are what we eat. So you can see the picture and you can make fun. Actually, many people eat in junk food, then naturally that stomach comes out. You can understand. It's called rice belly, wheat belly, and beer belly. You drink a lot of beer and you can stomach comes out and face becomes like bloated and looks like water. A lot of water is coming. It's called you are what we eat. ഇവിടെ ഒരു ചൊല്ലുണ്ട്, നമ്മൾ എന്ത് കഴിക്കുന്നു അതുപോലെ തന്നെ നമ്മളായിത്തീരും എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ ആഹാരം കഴിക്കുന്നവരുടെ വയറ് ചാടിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് പിക്ചറിൽ കാണാം ഓരോരുത്തരുടെ ശരീര പ്രകൃതി. ബീർ കുടിക്കുന്നവരുടെ ശരീരം, വെള്ളം കുടിക്കുന്നവരുടെ ആഹാരം കൂടുതൽ
കഴിക്കുന്നവരുടെ ശരീരം അങ്ങനെ എന്താ പറയുക ചോറ് കൂടുതൽ അമിതമായി കഴിക്കുന്നവരുടെ ശരീരത്തിന്റെ പ്രകൃതി നമുക്ക് ഈ ഒരു പിക്ചറിൽ കൂടെ കാണിക്കാം. അപ്പൊ നമ്മൾ എന്ത് കഴിക്കുന്നോ അത് പ്രകാരം നമ്മുടെ ആരോഗ്യമായി തീരും. So that's the reason why I try to eat balanced as per the food pyramid. Try to follow this balanced nutrition, having some proper vegetables, whole grain, healthy protein, fruits and vegetables, and low in calories and all that. അതുകൊണ്ടാണ് നമ്മൾ ഹെൽത്തി ആരോഗ്യകരമായ രീതിയിൽ ഭക്ഷണം കഴിക്കണം എന്ന് പറയുന്നത്. എല്ലാം ഉൾപ്പെട്ട പച്ചക്കറികൾ, പഴങ്ങൾ, പ്രോട്ടീൻ, അതേപോലെ ഹോൾ ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ നട്ട്സ്, അങ്ങനെ ധാന്യങ്ങൾ, അതെല്ലാം നമ്മുടെ ആഹാരത്തിൽ സമീകരണമായി കഴിക്കുന്നതാണ് ഇത് പോഷകരമായ ആഹാര രീതി. And I would like to ask you, on which plate you are supposed to eat if your goal is to lose weight? So light plate or heavy plate? Answer is, it is light plate, not heavy plate, because heavy plate is anyway heavy. So you put how much ever, it don't, you will not make any sense. Whereas a light plate, if you just keep little also, you can feel the difference. If increasing more weight, naturally you can feel the difference. So better to eat from a light plate than a heavy plate if you want to lose weight. വണ്ണം കുറയണമെങ്കിൽ ഞാൻ ഏത് തരത്തിലുള്ള പ്ലേറ്റിൽ നിന്നാണ് കഴിക്കേണ്ടത്? ലൈറ്റ് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ കനം കുറഞ്ഞ പ്ലേറ്റിൽ നിന്ന് കഴിക്കണോ, കനം കൂടിയ പ്ലേറ്റിൽ നിന്ന് കഴിക്കണോ എന്നാണ് പറയുന്നത്. അതിന്റെ ഉത്തരം കനം കുറഞ്ഞ പ്ലേറ്റിൽ കഴിക്കണം. എന്ന് പറഞ്ഞാൽ കനം കൂടിയ പ്ലേറ്റിൽ നമ്മൾ ആഹാരം എടുക്കുവാണെങ്കിൽ പ്ലേറ്റിന് ഓൾറെഡി കനം കൂടുതലുണ്ട്, ഭാരമുണ്ട്. അതുകൊണ്ട് നമ്മൾ എത്രമാത്രം അതിനകത്ത് ആഹാരം ഇട്ടാലും നമുക്ക് അതിനെ കുറിച്ച് ഒന്നും അറിയാൻ പറ്റത്തില്ല. അതേസമയം നമ്മൾ ഭാരം കുറഞ്ഞ പ്ലേറ്റിൽ എടുക്കുവാണെങ്കിൽ അല്പം പോലും അതിനകത്ത് ആഹാരം ഇടുമ്പോൾ നമുക്ക് അതിന്റെ ഭാരം മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ട് ചെറിയ പ്ലേറ്റിൽ, ഭാരം കുറഞ്ഞ പ്ലേറ്റിൽ കഴിക്കാൻ ശ്രമിക്കുക. And which one should be, depend on a small plate or big plate if your goal is to want to lose weight? So answer is small plate, not big plate. Why? Big plate is already big, so when you eat from the big plate, only little, so much food, so it looks like you're eating very small, and everybody try to scold at you, shout at you, what is that you're not eating only? For you also it looks like you are not eating at all. So naturally you end up in eating more. So if it is a smaller plate itself is smaller, you put the same quantity, so much, naturally looks full. So it looks like you are eating full, So people say, oh my God, it's out full on over the plate. So it looks like eating full in a small plate. So always eat from a small plate rather than a big plate if your goal is to want to lose weight. അടുത്തായിട്ട് പറയുന്നത് നമ്മൾ ചെറിയ പാത്രത്തിൽ നിന്ന് കഴിക്കുന്നു, വലിയ ഒരു പ്ലേറ്റിൽ നിന്നാണോ കഴിക്കേണ്ടത്? അപ്പം അത് ഉത്തരം എന്ന് പറയുന്നത് നമ്മൾ എവിടെ ചെന്നാലും നമ്മൾ ചെറിയ പ്ലേറ്റ് എടുത്ത് കഴിക്കുന്നതാണ് തൃപ്തികരം. എന്ന് പറഞ്ഞാൽ വലിയ പ്ലേറ്റിൽ എടുക്കുമ്പോൾ ആ വലിയ പ്ലേറ്റിനകത്ത് നമ്മൾ പല രീതിയിലുള്ള ആഹാരം ഇട്ടു അത് ഫുള്ളായിട്ട് കാണുകയും നമ്മുടെ കൂടുതലായി ആഹാരം കഴിക്കാനും ഇടയാം. അതേസമയം നമ്മൾ ചെറിയ പ്ലേറ്റ് എടുക്കുവാണെങ്കിൽ അതിനകത്ത് പല ആഹാരങ്ങൾ വെച്ച് കഴിയുമ്പോഴത്തേന് അത് നമുക്ക് നിറഞ്ഞതായിട്ട് കാണും. അത് കാണുന്നവർക്കും തോന്നും അതേ നമ്മൾ നിറഞ്ഞ ആഹാരം കഴിച്ചു എന്ന്. അതുകൊണ്ട് ചെറിയ പ്ലേറ്റിൽ കഴിക്കാൻ ശ്രമിക്കുക. In the marriages, in the functions, in the buffets, usually they same rule applies. Most of the time they serve in a heavy plate. Most of the functions, they serve in heavy plate. They also serve in big plate. So that is why people lose the sense. They just eat lot, and that's the reason they put on weight. So don't go frequently to the outside parties. അതേസമയം നമ്മൾ ഈ കല്യാണങ്ങളിലും വിരുന്നുകളിലൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാം പ്ലേറ്റ് നല്ല ഭാരം കൂടിയ പ്ലേറ്റുകളിലാണ് അവർ ആഹാരം നമുക്ക് സെർവ് ചെയ്യുന്നത്. അത് അങ്ങനെയുള്ളപ്പോൾ നമ്മൾ എന്താ ചെയ്യും? നമ്മൾ കൂടുതലായി നമ്മുടെ മുമ്പിൽ കാണുന്ന ആഹാരം മുഴുവൻ നമ്മൾ എടുത്ത് കഴിക്കാൻ അങ്ങനെ കഴിക്കാതെ നമുക്ക് ഒരു ചെറിയ പ്ലേറ്റ്. Next point is eating slow or eating faster, which is the healthier one. Eating slow is better rather than eating faster. Why? When you eat faster, by the time mind gives you that, brain gives you the signal that stomach is full, that satisfaction or satiety level. So by the time already damage is done, you already overstuffed. So that's the reason why don't eat faster, eat slow, so that, mind starts, brain starts giving you signal, satiety signal, so that you can stop eating. So usually people eat faster, they tend to put on more weight than the people who eat slower. So better to eat slow rather than the faster. അടുത്ത ചോദ്യം എന്ന് വെച്ചാൽ എനിക്ക് വണ്ണം കുറയാൻ ഞാൻ പെയ്യെ കഴിക്കണോ അതോ കൂടുതൽ വേഗത്തിലാണോ കഴിക്കേണ്ടത്? നമ്മുടെ ഈ ശാസ്ത്രം പറയുന്നത് പെയ്യെ കഴിക്കുവാണെങ്കിൽ നമ്മുടെ തലച്ചോറിനകത്തുള്ള സിഗ്നൽ നമ്മളോട് പറയും ആഹാരം തൃപ്തിയായി പെയ്യെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ആഹാരം കഴിക്കാനുണ്ട്. അതേസമയം നമ്മൾ വാരി പെട്ടെന്ന് എടുത്ത് വിഴുങ്ങുവാണെങ്കിൽ നമ്മൾ കൂടുതൽ ആഹാരം കഴിക്കുകയും ചെയ്യും, അതേപോലെ നമുക്ക് വണ്ണം കൂടുവാനും കഴിയും. So now again coming back to same, eating big bites or eating small bites at a time. So answer is something similar.
eating small bites is always better, so that you can digestion point of view, it will be better. Digestion also happens because it's small bites, and also you end up eating smaller quantity. Whereas if you just throw yourself like gulp, eat in a entire big piece, so that digestion also becomes problem, and same time you end up eating more calories. So always suppose it is a small apple, small samosa, anything, make into small pieces and eat piece by piece. You are eating slow, at same time the digestion is will be nice, and also you can able to enjoy. The taste also you can relish. Even if it is apple, many people directly try to eat apple. Many people directly stuff banana, open and eat directly. Instead, keep the banana cut into pieces, then eat bite by bite, so that you'll enjoy the banana also, you can enjoy the fruit also, feel that sense, and at the same time, will not overstuff. Calories will not come so much. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരം ചെറിയ കഷ്ണങ്ങളാക്കി കഴിക്കണോ, ചെറിയ ബൈറ്റ്, അത് ചെറിയതായിട്ട് കഴിക്കണോ, അത് വലിയ കഷ്ണങ്ങളാക്കി കഴിക്കണോ എന്നാണ്. നമ്മൾ ചെറിയതായ പീസുകളിലാക്കി കഴിക്കുവാണെങ്കിൽ നമ്മൾ തൃപ്തികരമായ ഈ ഓരോ കഷ്ണങ്ങളാക്കി കഴിക്കുവാണെങ്കിൽ നമുക്ക് അത് വയറ്റിനകത്ത് ഒരു ഫുൾനെസ് തോന്നത്തില്ല. അതേസമയം നമുക്ക് കഴിക്കുന്ന ആഹാരം ദഹിക്കുകയും ചെയ്യും, ദഹനശക്തി കൂടുകയും ചെയ്യും. ചിലരുണ്ട് ഒരു ആപ്പിൾ എടുത്ത് അത് മുഴുവനെ ചിലപ്പം കടിച്ചു വിഴുങ്ങുന്നുണ്ട്. പക്ഷെ അങ്ങനെ കഴിക്കാതെ ഒരു ആപ്പിൾ എടുത്ത് മുറിച്ച് ചെറിയ പീസിലാക്കി ഒരു പ്ലേറ്റിലിട്ട് ഓരോ കഷ്ണമായിട്ട് കഴിക്കുവാണെങ്കിൽ അത് നമുക്ക് തൃപ്തികരമായി തീരും, നമ്മുടെ ദഹിക്കുകയും ചെയ്യും, അത് നമ്മൾ കൂടുതൽ വണ്ണം വെക്കുവാനും ഇടയാകാതെ കഴിക്കുകയും ചെയ്യാം. And is it good or bad eating, talking while eating, or while eating, is it good or bad, talking over phone to someone, and watching news, and in the TV, and can we eat together? So again, can you read newspaper and concentrate on the newspaper and can able to eat together? So is it good or bad? It's very bad. You should not do anything at all while eating. Why? Because you are diverting your senses, five senses, from eating. When you are watching TV, you are focusing on news, not on that eating. So you end up eating more. Your focus is on the cell phone. Naturally, you are focused on cell phone, not enjoying the food. When you are talking in a function, usually they'll enjoy. Out of happiness, they keep on talking, and they are not mindful of what is going into the mouth. So end up eating more calories and more damage is done. So they'll enjoy the day because of company, because of friendship, but unfortunately at the cost of your health, you put on more weight. So that is the reason why whenever you eat, sit calm and try to enjoy every mouthful, every bite full, so that you eat less also, you can able to enjoy whole food. After all, you are living for what? Eating. So that time is only for you. It's like a spiritual act. Eat and mindful, enjoy whole thing, every bite, every that aroma, and how it tastes, that everything, feel the sensation. You end up eating smaller, end up eating lower. Okay, no calorie damage is done. At same time, nutrition also goes, and you are not overfeeding. So mindful eating is very important. അടുത്ത ചോദ്യം എന്ന് വെച്ചാൽ, ഞാൻ ആഹാരം കഴിക്കുമ്പോൾ സംസാരിക്കുന്നത് ശരിയാണോ, TV കാണുന്നത് ശരിയാണോ, പത്രം വായിക്കുന്നത് ശരിയാണോ, മൊബൈൽ ഫോണിൽ സംസാരിക്കുന്നത് ശരിയാണോ, ഏത് രീതിയിലാണ് ഞാൻ ആഹാരം കഴിക്കേണ്ടത്? അതിന്റെ ഉത്തരം എന്ന് പറയുന്നത്, നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ നമ്മൾ TV കാണുവോ, ഫോണിൽ ശ്രദ്ധ വയ്ക്കുകയോ, അല്ലെ പത്രം വായിക്കുകയോ, മറ്റുള്ളവരോട് സംസാരിക്കുകയോ ചെയ്യാൻ പാടില്ല. ആഹാരം കഴിക്കുമ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾ, നമ്മുടെ സെൻസസ്, അത് പല രീതിയിലായിട്ട് ഡൈവേർട്ട് ചെയ്യും. അപ്പൊ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ശ്രദ്ധ വെക്കാതെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ ആഹാരം കഴിക്കാനിടയായി. അങ്ങനെ കൂടുതൽ ആഹാരം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമാവുന്നതിനേക്കാൾ അമിതമായ ആഹാരം കഴിക്കുകയും കാലറീസ് കൂടുകയും നമുക്ക് വണ്ണം വെക്കുവാനും ഇടയായി. അതുകൊണ്ട് എപ്പോഴും നമ്മൾ കഴിക്കുമ്പോൾ സന്തോഷത്തോടെ ഓരോ അംശം നമ്മൾ രുചികരമായി അതിനെ ആഹാരത്തെ നമ്മൾ എൻജോയ് ചെയ്തുകൊണ്ട് കഴിക്കാനാണ് ശ്രമിക്കേണ്ടത്. So now I'm trying to recapitulate almost all the things. Eat from a small plate, eat from a light plate, not from heavy plate. Eat small portions many times. Start eating when you are hungry, and stop eating when stomach is nearly full. Don't wait for entire stomach to become full and eating till here. No, almost wait. And if your stomach is little full, stop it. Okay, and eat slowly and chew properly. Okay, you have to chew properly, almost 30 times you have to chew in the mouth, because there is also salivary glands. There are salivary glands, the enzymes are there, ptyalin enzymes are there, they'll help you to digest the food here also. So that's the reason you chew properly, don't swallow. Okay, drink shakes also slowly, Herbalife shakes also, drink slowly, don't eat and immediately sleep. Okay, while some people, they don't give any break,
They eat and immediately sleep. Naturally, what will happen? The moment you sleep, body goes into passive mode, not into active mode. And that's the reason why the food, whatever you eat, goes there only, sits there only. It will not get burned. Whereas in the daytime you can have, but nighttime you should give at least 3 hours time before the bed. Like a night having dinner and before the supper, give enough time, 3 hours, 4 hours, so that you'll have proper digestion, digesting the food, then you can able to sleep. Okay. Some people, drink alcohol, they whole night they party and sleep off, immediately go to bed. So that's the reason why you have to eat before the sunset. That's what the scientists say, sunset, as early as you can. Eat light during the night time, supper or dinner. Okay. And try eating dinner before the sunset. Nighttime dinner create digestion issues. Okay, so if you eat light, is always better. Breakfast should be light, nutritious, and well balanced. Breakfast, why? When you wake up, early morning, all the baby cells will be there. So the breakfast, you are, breaking the fast. That is the main, important meal in a day. So you should not skip the breakfast. Eat the breakfast, but the breakfast should be well balanced, but in nutritious and low in calories. Lunch can be eaten well, but with balanced nutrition, low calories. ഞാനിത് മൊത്തമായിട്ട് ഇപ്പോൾ പറഞ്ഞ വീഡിയോയിലെ മൊത്തമായിട്ട് ഒരു റീക്യാപ്പ് ചെയ്യാൻ പോവാണ്. നമ്മൾ ആദ്യം മുതൽ സംസാരിച്ചത് അപ്പൊ ചെറിയ പാത്രത്തിൽ നിന്ന്, പ്ലേറ്റിൽ നിന്ന് കഴിക്കുക, വലിയ പാത്രത്തിൽ നിന്നല്ല, ഭാരമുള്ള പാത്രത്തിൽ നിന്ന് കഴിക്കാൻ പാടില്ല. ചെറിയ പോർഷനുകൾ, ചെറിയ പീസുകളാക്കി കഴിക്കാൻ ശ്രമിക്കുക. ചെറുതായിട്ട് ഒന്നിച്ച് ഒരേ സമയം ആഹാരം മൊത്തം കഴിക്കാതെ. പിന്നെ നമുക്ക് വിശക്കുമ്പോൾ മാത്രം കഴിക്കുക, എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കാതെ. നമുക്ക് എപ്പോൾ ശരീരത്തിൽ തോന്നും വിശക്കുന്നു അന്നേരം കഴിക്കുക. നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒരു ഫുൾനെസ്, നമുക്ക് തൃപ്തിയായെന്ന് തോന്നുമ്പോൾ അവിടെ നിർത്തുക, ആഹാരം കഴിക്കുന്നത് നിർത്തുക. നമ്മൾ കഴിച്ച് അങ്ങ് ശ്വാസം മുട്ടുന്നിടം വരെ കഴിക്കാതെ ഒരു ലിമിറ്റ് വരെ തൃപ്തിയായി കഴിഞ്ഞാൽ നമ്മൾ ആഹാരം കഴിക്കാൻ നിർത്തുക. പിന്നെ പയ്യെ, ഈറ്റ് സ്ലോലി എന്ന് പറഞ്ഞാൽ പെയ്യെ ചവച്ചുകൊണ്ട് ഒരു 30 പ്രാവശ്യമെങ്കിലും വായിലിട്ട് ആഹാരം ചവച്ച് പെയ്യെ ചവച്ചിറക്കണം. അതേപോലെ ഷേക്ക് കുടിക്കുമ്പോഴും നമ്മൾ പെയ്യെ അത് ഇറക്കണം എന്നാണ് പറയുന്നത്. നമ്മൾ കഴിച്ചു കഴിഞ്ഞ് പെട്ടെന്ന് ഉറങ്ങാൻ പാടില്ല, കിടക്കയിൽ കയറാൻ പാടില്ല, പ്രത്യേകിച്ച് രാത്രികളിൽ. നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു 2-3 മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് രാത്രിയിലെ ആഹാരം കഴിച്ചിട്ട് കിടക്കാൻ പാടുള്ളൂ. രാത്രിയിൽ കഴിക്കുമ്പോൾ വളരെ ലൈറ്റായിട്ട് ആഹാരം കഴിക്കണം എന്നാണ് പറയുന്നത്. കൂടുതൽ ഫുള്ളായിട്ട് കഴിച്ച് കിടക്കാൻ പാടില്ല. അതേപോലെ ആഹാരം നമ്മുടെ സൂര്യാസ്തമനത്തിന് മുമ്പ് കഴിക്കുന്നത്, രാത്രിയിലെ ആഹാരം ഡിന്നർ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതേപോലെ ലൈറ്റായിട്ട് കഴിക്കണം, അത് നമ്മുടെ ദഹനശക്തിക്ക് സഹായിക്കും, നമുക്ക് ഉന്മേഷവും തോന്നും. അതേപോലെ പ്രഭാത ഭക്ഷണം, ബ്രേക്ക്ഫാസ്റ്റ് ലൈറ്റായിട്ടും ബാലൻസ്ഡ് ആയിട്ടും പോഷകകരമായ ആഹാരം കഴിക്കണം എന്നാണ് പറയുന്നത്, പ്രഭാതത്തിലെ ആദ്യത്തെ ഭക്ഷണം. ലഞ്ച് നമുക്ക് സാധാരണമായി നമുക്ക് കഴിക്കാം, പക്ഷെ അതിലും ക്രമീകരണമായ പോഷകവും കാലറി കുറഞ്ഞതായ ലഞ്ച്, അതായത് ഉച്ചഭക്ഷണം കഴിക്കണമെന്നാണ് മൊത്തമായി പറയുന്നത്. So now the recap it again. Now next point is, know the difference between thirst and hunger. Some people, they just require water, not food. Some people get confused, and when they feel thirst, they actually eat. You don't require to eat, just you require to drink water, stomach becomes full. Eat concentrating on food while you eat. No cell phones, no TV, no talking too much while eating. Eat easily digestible fruits and raw vegetables or salad first. Then eat long digestible proteins and fats. Because the first come, first serve is the body's rule. Most of the time, when you go to party or when you go to marriage function, usually there will be buffet. People always run towards biryani. Okay, they first eat the chicken and the heavy stuff, then they try to eat the fruits. Actually, they are doing reverse. They are supposed to eat the fruits first, vegetable salad first, then go for hard digestible like a protein or chicken, something like that. And share the meal. Sharing is actually caring and also sharing calories. Don't try to be selfish and eat all entire ice cream. Try to share. Okay, sweets or anything is required to eat. No water intake while eating. When you eat food, don't drink water. Why? It actually dilutes that digestion process. You're actually disturbing the this all digestion process, enzyme secretion and hormone secretion. Okay, let the body do its duty. You can drink before the meal preferably, or afterwards, after 1-2 hours. Preferably drink before, but not during the eating period. And reduce fried food, sweets and ice cream, because they're high calorie and very damaging for you. So leave the food and throw it in dustbin, even if it is expensive biryani or sweets or expensive meal. Eat each time fresh food. Don't save the meal, save the food in the refrigerator and keep it for 1 week and eat it. Eat fresh food. Okay,
Eat cooked food also, but fresh. Okay, don't store the food. So if suppose you put it, you try to put smaller meal, smaller plate, in the plate, only how much ever you require, so that you can eat afterwards. You can make a second serving or third serving. But some people put lot and throw it in. They feel, they're guilty. Why to throw? Why to make the food waste? Thinking that they actually damage their own body. They try to think the body as a dustbin instead of throwing it in dustbin. Suppose by mistakenly kept lot of food on the plate. If it is not required, throw it in dustbin, because your body cannot be made like a dustbin. Your body treat like a temple. Okay, extremely you should take lot of good care, like a temple, not like a dustbin. So your mind should be lot of people, poor people. They're thinking they come from the poor background. They say don't waste the food, don't waste the food. They mean they eat. So that is also bad attitude. Okay, leave the food and throw it in dustbin, even in expensive biryani. Some mothers must not eat leftover food in the plate kept for children if the child is not eating. Many mothers do this, violate this rule. And I said, take extremely good care of, because they treat your body like a temple, like a holy place. അടുത്തായിട്ട് ഞാൻ പറയാൻ പോകുന്നത്, നമുക്ക് ചിലര് ദാഹത്തിനും വിശപ്പിനും തമ്മിലുള്ള വ്യത്യാസമാണ്. ചിലർ ഇത് ദാഹം, അവർ ദാഹിക്കുമ്പോൾ എന്താ പറയുന്നത്, അവർ വെള്ളം കുടിക്കുന്നതിന് പകരം എന്തെങ്കിലും കുടിക്കുന്നതിന് പകരം അവർ പെട്ടെന്ന് പോയി എന്തെങ്കിലും ആഹാരം കഴിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു വ്യത്യാസം മനസ്സിലാകണം. എനിക്ക് ദാഹിക്കുന്നുണ്ടോ അതോ എനിക്ക് വിശക്കുന്നുണ്ടോ? അതേപോലെ നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ആഹാരത്തിൽ നമ്മൾ ശ്രദ്ധ വെക്കുക. സെൽഫോൺ, TV അങ്ങനെ മറ്റ് എന്റർടൈൻമെന്റിൽ നമ്മൾ ഏർപ്പെടാതെ വേണം ആഹാരത്തിൽ ശ്രദ്ധയോടുകൂടെ കഴിക്കാം. അതേപോലെ പെട്ടെന്ന് ദഹിക്കുന്നതായ പഴങ്ങളും പച്ചക്കറികളും കഴിക്കുക, സലാഡ് കഴിക്കുക. എവിടെയെങ്കിലും നമ്മൾ വലിയ ഫംഗ്ഷനിൽ പോകുമ്പോൾ ആദ്യം അങ്ങനെയുള്ള ഫ്രൂട്ട്സും പഴങ്ങളും സലാഡും കഴിക്കുക. പിന്നെ വലിയ ആഹാരം, ചോറ്, ഇറച്ചി അങ്ങനത്തേതായ കൊഴുപ്പുള്ള സാധനങ്ങൾ കഴിക്കുക. അതാണ് നമുക്ക് ബോഡിയുടെ ഒരു റൂൾ തന്നിരിക്കുന്നത്. അതേപോലെ നമുക്കുള്ള ആഹാരം മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുക, ഷെയർ ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ അവരുമായിട്ട് പങ്കുവെക്കുമ്പോൾ നമുക്കുള്ള കാലറീസും അവരോടൊപ്പം പങ്കുവെക്കുകയാണ്. അതേപോലെ വെള്ളം കുടിക്കാൻ പാടില്ല. ആഹാരം കഴിക്കുമ്പോൾ വെള്ളം കുടിക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള ദഹന ശക്തിക്കുള്ള ജ്യൂസസ്, ഡൈജസ്റ്റീവ് ജ്യൂസസിനെ അത് ഡൈല്യൂട്ട് ചെയ്യും. അത് പിന്നെ ശരിയായി നമ്മൾ കഴിക്കുന്ന ആഹാരം ദഹിക്കാൻ ഇടയാകത്തില്ല. അതേപോലെ കൂടുതൽ വറുത്ത ആഹാരങ്ങള്, മധുരം, ഐസ്ക്രീം അങ്ങനത്തെ ഉള്ള ആഹാരങ്ങൾ കുറയ്ക്കുക. ആഹാരത്തിൽ നമ്മൾ തീരെ എടുക്കാതെ വേണം തീരുമാനിക്കുക. അതേപോലെ ആഹാരം നമ്മൾ ഇപ്പം കഴിച്ച് അല്പം ആഹാരം മിച്ചം വന്നെങ്കിൽ അത് നമ്മൾ കളഞ്ഞാലും കുഴപ്പമില്ല. ഇച്ചിരി കൂടുതൽ വിലയുള്ളതാണെങ്കിലും കുഴപ്പമില്ല. എന്തെന്ന് വെച്ചാൽ നമ്മൾ അത് ഉള്ളിൽ കൂടുതൽ കഴിച്ച് നമുക്ക് വണ്ണം കൂടുവാൻ, നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടുത്തുവാൻ ഇടയാല്. എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ഫ്രഷ് ആയിട്ട് അന്നുള്ള ആഹാരം ഉണ്ടാക്കി കഴിക്കാൻ നമ്മൾ ശ്രമിക്കണം. ആഹാരം ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് ഒരാഴ്ച വരെ നീട്ടി കഴിക്കുന്നത് അത് ശരിയല്ല. അതേപോലെ വീട്ടമ്മമാർ കുഞ്ഞുങ്ങളുടെ ആഹാരം, മിച്ചം വരുന്ന ആഹാരം, അവരുടെ പ്ലേറ്റിൽ മിച്ചം വരുന്ന ആഹാരം കഴിക്കാതെ വേണം. അത് പിള്ളേർ കഴിച്ചതിന് ശേഷം മിച്ചം വന്നെങ്കിൽ അത് ആ ആഹാരം കളയാം. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ ആഹാരം കഴിച്ച് വീട്ടമ്മമാർ അവരുടെ ശരീരം പാഴാക്കി കളയുന്നുണ്ട്. അവസാനമായി പറയാം, നമ്മുടെ ശരീരം ഒരു ആലയമാണ്, ഒരു ദേവാലയം പോലെയാണ്. അതിനെ നമ്മൾ ഒരു ടെമ്പിൾ പോലെ അതിനെ സൂക്ഷിക്കണം. അതിനെ ശരിയായി വേണം നമ്മൾ അതിനെ കെയർ ചെയ്യേണ്ട ആവശ്യമാണ്. So now instead of soda, this kind of drinks, sugary drinks, go for fresh. Instead of chicken, directly non-veg, you can go for protein powder, vegetable source. Instead of noodles, you can go for shake, unhealthy kind of breakfast or dinner. So instead of directly ocean caught fish, very expensive, plus digestion calories, instead go for capsule, omega-3 Herbalife. These are better healthy choices looking at the calories as well as the nutrition. നമ്മൾ അടുത്തെന്ന് പറഞ്ഞാൽ ഏത് രീതിയിൽ നമ്മുടെ ആഹാരത്തിന്റെ ചോയ്സുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഹെർബൽ ലൈഫിന്റെ നമ്മൾ ചായ, കാപ്പി, അതായത് സോഡയ്ക്ക് പകരം നമ്മൾ അഫ്രഷ് എന്ന് പറയുന്ന ഡ്രിങ്ക് കുടിക്കുകയാണെങ്കിൽ അതിനകത്ത് കാലറി തീരെ കുറവാണ്, 0 കാലറിയാണ്. നമുക്ക് ഉന്മേഷവും തരും. അതേപോലെ നമ്മൾ മാംസം, മറ്റ് പ്രോട്ടീൻ വസ്തുക്കൾ എടുക്കുന്നതിന് പകരം നമുക്ക് പ്രോട്ടീൻ പൗഡർ നമുക്ക് ഹെർബൽ ലൈഫിൽ ലഭ്യമാണ്. അത് നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം പ്രയോജനകരമാണ്. അതേപോലെ നൂഡിൽസ്, പാസ്ത കഴിക്കുന്നതിന് പകരം നമ്മൾ ഷേക്ക്, ഹെർബൽ ലൈഫിന്റെ ഷേക്ക് എടുക്കുവാണെങ്കിൽ നമുക്ക് വളരെ പോഷകരമായ ഒരു ആഹാരവും തൃപ്തിയുണ്ടും. അതേപോലെ omega-3 ലഭിക്കുന്ന മീന് പല മീനുകൾക്കും വളരെയധികം വില കൂടുതലാണ്. അതിന് പകരമായിട്ട് omega-3യുടെ ഒരു ക്യാപ്സൂൾ എടുത്തു കഴിഞ്ഞാൽ ഈ പോഷകമെല്ലാം നമുക്ക് ശരീരത്തിന് ലഭ്യമാണ്. So I hope you enjoyed the session, and to know more about myself, to know more about me. Okay, I was a government officer. All these things I also violated. You can see me. Result is I was having pot belly. My stomach is coming out, belly is coming out. I worked as a district registrar, as I said earlier.
So I go in the morning and come back by night. I used to drink a lot of teas and coffees, and I have busy schedule. So I also violated a lot of these things. I also don't drink water, so I don't exercise. Whereas I learned all this and I started using Herbalife product. My wife also started using Herbalife. You can see the transformation, how my wife Cynthia Raju, how she lost amazing weight. In this picture she was 27, 23, 24, here 43. After 20 years, you can see she's looking more younger and healthier. And here I'm 27, here 43. Lot of transformation you can see. Lot of, now I'm 51 years. So before, at this age 27, you can see the difference. So this is what happened in our life. First we started believing, first started applying on ourselves, and our children, we given to our children, they grown so taller. You can see the nutrition effect. Herbalife nutrition works. My wife, you can see the transformation. Lot of transformation. Now into fitness, and I do half marathon, run 21 kilometers. I also do 40 kilometers cycling, triathlete. My wife also does workouts. We are into fitness and nutrition. And so this is all about me. നിങ്ങൾക്ക് ഈ വീഡിയോ ഇതുവരെ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ കുറിച്ച് പറയുവാണെങ്കിൽ ഞാൻ ഒരു ഡിസ്ട്രിക്ട് രജിസ്ട്രാർ ആയിട്ട് ജോലി ചെയ്തു. ഞാൻ ആന്ധ്ര ഗവൺമെന്റിൽ. ഞാൻ എന്റെ ഫോട്ടോയിൽ കാണാം, എനിക്ക് കുടവയറുണ്ട് അവിടെ. അപ്പൊ ഞാനും പല രീതിയിലുള്ള ആഹാരങ്ങൾ കഴിച്ചു. ഒരു ദിവസം ചായ, കാപ്പി അങ്ങനെ ഇഷ്ടം പോലെ കുടിക്കുമായിരുന്നു. വെള്ളം കുടിക്കത്തില്ലായിരുന്നു, എക്സസൈസ് ഒന്നും ചെയ്യത്തില്ലായിരുന്നു. പക്ഷെ അതെല്ലാം ആ ഒരു ജീവിത രീതി വിട്ട് ഞാൻ ഈ ഹെർബൽ ലൈഫിൽ വരാൻ തുടങ്ങിയ പിന്നെ എനിക്ക് വളരെയധികം വ്യത്യാസം തോന്നി. അതേപോലെ എന്റെ ഭാര്യയ്ക്കും വളരെയധികം, പുള്ളിക്കാരി അമിതവണ്ണമായിരുന്നു. ഇപ്പോൾ ചെറുപ്പക്കാരിയായിട്ട് ഫോട്ടോയിൽ നിങ്ങൾക്ക് കാണാം. അന്ന് 23 വയസ്സായിരുന്നു, ഇപ്പോൾ 43 വയസ്സിൽ എത്രമാത്രം വ്യത്യാസമുണ്ട്. എനിക്കും വ്യത്യാസം വന്നു. എന്റെ കുഞ്ഞുങ്ങളും അത് പ്രോട്ടീൻ ആഹാരം, ഈ ഒരു ഹെർബൽ ലൈഫ് ന്യൂട്രീഷൻ എടുക്കുവാനിടയായി. ഇപ്പോൾ പുള്ളിക്കാരിക്ക് 43 വയസ്സ്, എനിക്ക് 51 വയസ്സാണ്. ഞങ്ങൾ ആരോഗ്യമായിട്ടിരിക്കുന്നു. എന്റെ കുഞ്ഞുങ്ങളും അവർ ഈ ന്യൂട്രീഷൻ എടുത്ത് അവർക്ക് നല്ല നീളവും വണ്ണവും വെച്ച് അവർ ആരോഗ്യത്തോടു കൂടെ ഇരിക്കുന്നു. ഞാനൊരു ട്രയാത്ലറ്റ് ആണ്. ഞാൻ ഹാഫ് മാരത്തൺ റണ്ണറും സൈക്ലിസ്റ്റുമാണ്. എന്റെ ഭാര്യയും ഫിറ്റ്നസും എക്സസൈസും ചെയ്യുന്നു. ഞാനൊരു ഫിറ്റ്നസ് കോച്ചാണ്. എന്റെ കീഴിൽ വലിയൊരു ടീം തന്നെ ഉണ്ട്. And now we can see, then we helped. I'm certified nutritionist and fitness and wellness coach. I have a lot of certifications, 18 years of experience. These are the people who got good health and skin health. And these are the people who got great results on the, teenage obesity and childhood obesity. I help a lot of people like this, they transform themselves using this, our services like exercise and diet and lifestyle correction. Many retired people also, we help a lot of retired people getting great results. They come out of their health challenges because of, lifestyle changes. Many housewives, many women, they come to us and we tailor make, we personalize. You can see the transformation, how great, the amazing transformation. You cannot believe it. And many women also, they lost weight and they got great results. And many people, they lost more than 40 kilos, more than 50 kilos. You can believe, more than 50, 40 kilos, and more than 55 kilos, more than 61 kilos. 61 is not a joke, losing 61 kilos. And they are looking gorgeous, healthier. Losing 71 kilos, you can believe, 71, 72, 75 kilos. You can understand how much, very tough outside. Whereas here we help a lot of people like this. This man lost 82 kilos. Why I'm telling you, these are all available with us. If you believe, and we are scientific, we got trained from topmost doctors, Harvard doctors, Nobel Prize winners, dietitian advisory boards. I got personally trained from topmost nutritionists and dietitians, and got training from Dr. John Agnomi, is currently our CEO, and Dr. Richard Henry Carmona is a 17th United States Surgeon General. I personally got training from them and met Virat Kohli. I saw how they look, a lot of transformation. So to reach us, these are the numbers, these are the contact details. YouTube, Facebook, Instagram, everything is there. So what your duty is, if you like this video, please contact us immediately. You can also refer many people. You can be with us. You can also learn. You can become a coach. You can also refer your people. This happened in our 18 years of journey. എന്നെ കുറിച്ച് പറയുവാണെങ്കിൽ, ഞാനൊരു നേരത്തെ പറഞ്ഞതുകൊണ്ട് ഞാനൊരു സർട്ടിഫൈഡ് ന്യൂട്രീഷനിസ്റ്റും ഫിറ്റ്നസ് ആൻഡ് വെൽനസ് കോച്ചുമാണ്. ഞാൻ ഈ ഒരു ഫീൽഡിൽ വന്നിട്ട് 18 വർഷമായി. ഞങ്ങൾ പല ആൾക്കാരെ ഇത് ഹെർബൽ ലൈഫിൽ കൂടെ സഹായിച്ചിട്ടുണ്ട്. അവരുടെ ചർമ്മത്തിന്റെ സംരക്ഷണം, അവർക്കുള്ള നിറം വെക്കുവാനും, വണ്ണം കൂടുതൽ ഉള്ളവർക്ക് കുറയുവാനും, ചെറുപ്പക്കാരുടെ ടീനേജ് ആമ്പിള്ളേരെ അല്ലെ ആൾക്കാരുടെ യൗവനക്കാരുടെ വണ്ണം കുറയുവാനും, 50 കിലോ 60 കിലോ
പ്രായമുള്ളവരെ വണ്ണം കുറയാനും ഈ പടത്തിൽ നിങ്ങൾക്ക് കാണാം 106 കിലോ ഉള്ളവരുടെ വണ്ണം ഇങ്ങനെ കുറഞ്ഞു. അതേപോലെ അവരുടെ വീട്ടമ്മമാർക്ക് ഇങ്ങനെ അവർ പ്രഗ്നൻസി കഴിയുമ്പോൾ വണ്ണം വെക്കുന്ന അവസ്ഥ, അത് അവരുടെ ഒരു ഡെലിവറി കഴിയുമ്പോൾ അവർക്ക് നോക്കാം അവരുടെയും വണ്ണം കുറഞ്ഞ് അവർ ആരോഗ്യകരമായി അവരുടെ ചർമ്മത്തിന്റെ നിറം മാറി അവർ മുന്നോട്ട് പോകുന്നു. അതേസമയം 60, 70, 72 കിലോ വരെ ആൾക്കാരുടെ വണ്ണം കുറഞ്ഞതായ സാക്ഷ്യങ്ങളും പടങ്ങളും നിങ്ങൾക്ക് ഈ സ്ത്രീയുടെ 61 കിലോ കുറയാനിട, 72 കിലോ, അങ്ങനെ പലർക്കും ഇതിൽ ചേർന്ന് ചെറുപ്പക്കാരുടെ വണ്ണം, ഈ ചെറു പയ്യന്റെ വണ്ണം 75 കിലോ കുറയാനിടയായി. മറ്റ് സ്ഥലങ്ങളിൽ പോയി അവർ ശ്രമിച്ചുവെങ്കിലും പറ്റിയിട്ടില്ല. അതേപോലെ ഞങ്ങൾക്ക് ടോപ്പ് സയന്റിസ്റ്റ് ഇതിനകത്ത് ഡോക്ടർമാരുണ്ട്. ഡോക്ടർ ജോൺ അഗ്നോബി CEO ആണ് ഈ കമ്പനിയുടെ. അദ്ദേഹത്തിന്റെ കീഴിൽ ട്രെയിനിങ് ലഭിക്കാനും ഡോക്ടർ റിച്ചാർഡ് കാർമോണ, അങ്ങനെ അവരെ എല്ലാവരെയും കണ്ടുമുട്ടുവാനും അവരുടെ കീഴിൽ പരിശീലനം ലഭിക്കാനും ഞങ്ങൾക്ക് ഇടയായിട്ടുണ്ട്. അതേപോലെ ഞങ്ങൾ ക്രിക്കറ്റർ വിരാട് കോഹ്ലിയെ കാണുവാനും അവനോടൊപ്പം ലഞ്ച് കഴിക്കാനും ഞങ്ങൾക്ക് ഇടയായിട്ടുണ്ട്. അതേപോലെ കൂടുതൽ ഈ വിവരങ്ങൾ ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ, എന്നെക്കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങളുടെ ഈ സ്ക്രീനിൽ കാണുന്ന പല വീട്ടിലെ അഡ്രസ്സുകളുണ്ട്. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇമെയിൽ ആൻഡ് ഫോൺ നമ്പർ ഇതിനകത്തുണ്ട്. ഞങ്ങളെ ബന്ധപ്പെടുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരോട് ഇതിനെക്കുറിച്ച് പറയുക, അവരെ സഹായിക്കുക. Thank you so much. Wish you all the best. God bless you. Bye. എല്ലാവർക്കും നന്ദി. ഇത് കേട്ടതിനായി ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ.